വണ്ടി നിങ്ങൾക്ക് പരിചയമുള്ളതല്ലേ? എൻ്റെ ഹസ്ബൻഡ്, അതായത് ടെക് ക്യാച്ചറിൻ്റെ ആഗ്രഹിച്ചു മോഹിച്ചെടുത്ത വണ്ടിയാണിത്. അപ്പം ഈ വണ്ടിയെക്കുറിച്ചുള്ള ഒരു കഥയാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. ഇങ്ങനൊരു വീഡിയോ ഞാൻ എന്തിനു ചെയ്യണമെന്നല്ലേ, ഒരുപാട് നാളത്തെ ഗോവിന്ദൻ്റെ ആഗ്രഹമായിരുന്നു കോളേജിൽ നിന്നൊരു വണ്ടി എടുക്കണമെന്നുള്ളത്. ആൾക്ക് പഴയ വണ്ടിയോടുള്ള ഒരു ക്രേസ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഒത്തിരി ആഗ്രഹിച്ച് മോഹിച്ചെടുത്ത വണ്ടിയാണ് നമ്മുടെ ഈ കോളേജ്. ഈ വണ്ടിയെക്കുറിച്ച് യാതൊരുവിധ വലിയ അറിവൊന്നും ഇല്ലാണ്ടാണ് നമ്മൾ ഈ വണ്ടി എടുക്കാൻ പോയത്. കാരണം അത്യാവശ്യം നല്ലൊരു വണ്ടി കണ്ടപ്പോഴത്തേനും നമുക്കത് എടുക്കണമെന്നുള്ളൊരു ആഗ്രഹം തോന്നി. പക്ഷേ ആ വണ്ടി നല്ലൊരു പണി തരുമെന്ന് നമ്മൾ ആരും കരുതിയില്ല. വണ്ടിക്ക് പണി വരും, അല്ലെങ്കിൽ നമുക്കത് വർക്ക് ചെയ്തെടുക്കാം എന്നുള്ളൊരു കോൺഫിഡൻസ് എന്തായാലും ഗോവിന്ദൻ ഉണ്ടായിരുന്നു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഒരു എഞ്ചിൻ പണിയിലോട്ട് എത്തിച്ചു. അത്യാവശ്യം നല്ലൊരു എമൗണ്ട് കൊടുത്താണ് നമ്മൾ വണ്ടി എടുത്തത്. വണ്ടി എടുത്ത് കഴിഞ്ഞപ്പോഴത്തേനും അത്യാവശ്യം നല്ല പണി നമ്മുടെ കോളേജിന് വന്നു. ഞാൻ ആദ്യം കരുതിയത് ഗോവിന്ദൻ ഈ വണ്ടി തിരിച്ചു കൊടുക്കും, അല്ലെങ്കിൽ ഇത് നമുക്ക് വേണ്ട എന്ന് ഉപേക്ഷിക്കുമെന്നാണ് ഞാൻ കരുതിയത്. പിന്നെയാണ് സോഷ്യൽ മീഡിയയിൽ തന്നെ ഒത്തിരി ബാഡ് കമൻസ് ഒക്കെ ഗോവിന്ദന് കിട്ടി. പിന്നെ ആൾക്കൊരു വാശിയായിരുന്നു ഈ വണ്ടി എങ്ങനെയും നമുക്കൊന്ന് മോഡിഫിക്കേഷൻ ചെയ്തെടുക്കണം, അല്ലെങ്കിൽ ഒന്ന് റീസ്റ്റോർ ചെയ്തെടുക്കണം എന്നുള്ളത്. പിന്നീട് അതിനുള്ള ഒരു ഒരുക്കമായിരുന്നു. ഏകദേശം ഞാൻ പ്രഗ്നൻ്റ് ആകുന്നതിന് മുമ്പാണ് നമ്മൾ ഈ വണ്ടി എടുത്തത്. വണ്ടി എടുത്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏകദേശം 10 മാസത്തോളം ആകുന്നു എന്ന് എനിക്ക് തോന്നുന്നു. കാരണം എൻ്റെ ലാസ്റ്റ് മന്ത് ഓഫ് പ്രഗ്നൻസിയിലോട്ട് ഞാൻ പോവുകയാണ്. അതുവരെ ഗോവിന്ദൻ ഈ വണ്ടിക്ക് വേണ്ടി എടുത്ത എഫോർട്ട് എന്ന് പറയുന്നത് അത് ചില്ലറയല്ല. ബെസ്റ്റ് സർവീസ് എവിടെയാണുള്ളത് അവിടം വരെ ഗോവിന്ദൻ ഈ വണ്ടി കൊണ്ട് പോയിട്ടുണ്ട്. അതിനുവേണ്ടി കൊടുത്ത എഫോർട്ട് എന്ന് പറയുന്നത് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. പക്ഷേ ഇപ്പോൾ ആസ് എ വൈഫ് എനിക്ക് എൻ്റെ ഭർത്താവിനെ കുറിച്ച് ഓർക്കുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. ഈ വണ്ടിക്കൊരു പ്രശ്നം വന്നപ്പം അത് കൊടുക്കാതെ അതിൻ്റെ അങ്ങേയറ്റം പോയി ഫുള്ളി മോഡിഫൈ ചെയ്ത് പക്ക പുതിയ വണ്ടി പോലെ ആക്കി എടുത്തിട്ടുണ്ട് ഈ മനുഷ്യൻ. എന്തായാലും ഇതോടുകൂടി എനിക്കൊരു കാര്യം മനസ്സിലായി, ഈ മനുഷ്യൻ ഒരിക്കലും ആഗ്രഹിച്ച് സ്വന്തമാക്കിയ ഒന്നും വിട്ട് കളയത്തില്ല. നീ ആക്രിയെന്ന് ഈ വണ്ടിയെ ആരും വിളിക്കത്തില്ല. അതുപോലെയാണ് ഈ വണ്ടീനെ ഗോവിന്ദേട്ടൻ മാറ്റിയെടുത്തിരിക്കുന്നത്. അപ്പൊ ഇതുപോലുള്ള വണ്ടി പ്രാന്തന്മാർ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ എന്തായാലും കമന്റ് ചെയ്യുക.